സൈലൻസ് ഈസ് മൈ പാത്ത്. സൈലൻസ് ആണ് എൻ്റെ വഴി. നിങ്ങൾ സൈലൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനാദ്യം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും സൈലൻസിൻ്റെ. അപ്പോൾ അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സൈലൻസിൻ്റെ പവർ പതുക്കെ മനസ്സിലാക്കി തുടങ്ങും. നമ്മൾ കേട്ടിട്ടുണ്ട് സൈലൻസ് ഈസ് പവർഫുൾ. പക്ഷെ എന്താണെന്ന് നമ്മൾ അനുഭവത്തിൽ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നു, സംസാരം കുറയ്ക്കുന്നു, കൂടുതൽ കേൾക്കുന്നു, കൂടുതൽ ലിസണറായി മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒരു ചെടി വളരുന്നത് സൈലൻസിലാണ്, ഒരു അനക്കവും ഇല്ല, പൂർണ്ണ സൈലൻസാണ്. ആ സൈലൻസിൽ നിന്ന് ഇത് വളർന്നു വരികയാണ്. അതുകൊണ്ട് സൈലൻസ് ക്രിയേഷൻ്റെ ഭാഗമാണ്, ക്രിയേറ്റീവാണ്. ഒരു ട്വിസ്റ്റർ, ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ സെൻട്രൽ ഭാഗം നല്ല സൈലൻ്റ് ആയിരിക്കും. ആ സൈലൻസ് സെൻട്രൽ അച്ചുതണ്ട് പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ചുറ്റോട് അതിന് വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസ്, നാശങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്നത്. അത്രയും പവറായിരിക്കുന്നു. ഇത് ഇനിയാണ് ഒന്നിൻ്റെ ഓപ്പോസിറ്റാണത്. ആ ഓപ്പോസിറ്റോടുകൂടി എല്ലാം പ്രപഞ്ചം നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സൈലൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആവും, നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും, നിങ്ങൾ കൂടുതൽ ശാന്തനായി തീരും, നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായി തീരും. അപ്പോൾ ഇതിനെല്ലാം സൈലൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒന്നും നമുക്കിതിനെക്കുറിച്ച് അറിവില്ല, സൈലൻസിനെ കുറിച്ച്. പിന്നെ ഇനി സൈലൻ്റായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ തെറ്റിദ്ധരിക്കും, ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അത് കുഴപ്പമല്ല, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സൈലൻ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കൂടുതൽ സന്തോഷവും കൂടുതൽ വിജയങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അവയർനെസ് അത് ശരിക്കും സൈലൻ്റാണ്. നമ്മളുടെ അവയർനെസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട് നിന്നാലേ അവയർനെസ് ഉള്ളൂ. ഇത് എല്ലാം ഒരു കാര്യം തന്നെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അവെയറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സൈലൻസിലേ അത് സാധിക്കുകയുള്ളൂ. ആ അവയർനെസ് അവിടെ വരികയുള്ളൂ. അവബോധം, നമ്മൾ തന്നെയുള്ള ബോധം, ഇതെല്ലാം സൈലൻസിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് ഇത് ബോധ്യമാവും. നിങ്ങളുടെ ഇപ്പം ഞാനീ പറഞ്ഞത് കേൾക്കുമ്പം ഇതൊരു നോളജാണ്, അറിവാണ്. അതേസമയം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ അറിയലായി മാറും. അത് നിങ്ങളുടെ ജ്ഞാനമായി തീരുകയാണ്. അതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഒരു ബുക്ക് വായിക്കുന്നു, ഒരു ഗുരു പറയുന്നത് കേൾക്കുന്നു, ഒരു പ്രസംഗം കേൾക്കുന്നു. നമ്മളിനി എഴുതിയെടുത്താൽ പോലും നമ്മളുടെ അറിവ് മാത്രമാണതല്ല, അത് അറിയലായി തീരുന്നില്ല. അത് അറിയലായി തീരുമ്പോഴേ ഉള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുള്ളൂ. ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, എൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങുക. കൂടുതൽ വീഡിയോ കാണും തോറും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുകയും നിങ്ങൾക്ക് പിന്നീട് അത് അപ്ലൈ ചെയ്യാനും പറ്റും.